Welcome to the lectures of surveying. So in this lecture we are going to discuss about the angular measurements. സോ ഇതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിയറിങ്സും ആംഗിൾസും എന്ന് പറഞ്ഞാൽ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. ബിയറിംഗ് മീൻസ് ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എ സർവേ ലൈൻ റിലേറ്റീവ് ടു എ ഗിവൺ റെഫറൻസ്. ആൻഡ് ആംഗിൾ മീൻസ് ദ ഡയറക്ഷൻ ഓഫ് എ സർവേ ലൈൻ റിലേറ്റീവ് ടു അനദർ സർവേ ലൈൻ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ if this is the meridian or reference line ആണെന്ന് വിചാരിക്കാം, and we have a survey line OA and another survey line OB. അപ്പോൾ ഇതിൽ ഈ OA ആൻഡ് OB എന്ന സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ നമ്മൾ റെഫറൻസ് ലൈനായ മെറിഡിയനിൽ നിന്നാണ് എടുക്കുന്നത് വിചാരിക്കാം. മെറിഡിയനിൽ നിന്നാണ് നമ്മൾ ഡയറക്ഷൻ എടുക്കുന്നതെങ്കിൽ ദിസ് ഇസ് ദി ഡയറക്ഷൻ ഓഫ് OA ആൻഡ് ദിസ് ഇസ് ദി ഡയറക്ഷൻ ഓഫ് OB ആൻഡ് ദിസ് ആർ കോൾഡ് ദ ബിയറിംഗ് ഓഫ് OA ആൻഡ് OB. ഇതാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ വേറൊരു സർവേ ലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹിയർ ഇഫ് ദി ഡയറക്ഷൻ ഓഫ് OB ഈസ് മെഷേർഡ് ഫ്രം OA ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ. അതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുക. ഓക്കെ, നൗ നമ്മൾ മെറിഡിയൻ എന്ന് പറഞ്ഞു. മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞു. ആംഗിൾ അല്ലെങ്കിൽ ബിയറിംഗ് എടുക്കുന്ന എവിടെ നിന്നാണോ എടുക്കുന്നത് അതിനെയാണ് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെഫറൻസ് ഡയറക്ഷൻ. And we have three kind of meridian, and the first one is true meridian, second one magnetic meridian, and the third one is called arbitrary meridian. നമുക്ക് ഇതിലെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്ലെയിൻ ഓർ ഡയറക്ഷൻ പാസിംഗ് ത്രൂ ട്രൂ നോർത്ത് ആൻഡ് സൗത്ത്. എർത്തിൻ്റെ ട്രൂ നോർത്തിലൂടെയും ട്രൂ സൗത്തിലൂടെയും പോകുന്ന ഡയറക്ഷൻ, ആ പ്ലെയിനെയാണ് നമ്മൾ ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ. അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്കറിയാം സണ്ണ് റൈസ് ചെയ്യുന്നതും അതുപോലെ സെറ്റ് ചെയ്യുന്നതും എവിടെയാണെന്ന് അറിയാം, ഈസ്റ്റ് ആൻഡ് വെസ്റ്റിലാണ്. അതിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷൻ വരിക. അപ്പോൾ ആ ഒരു നോർത്ത് ആൻഡ് സൗത്ത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് പറ്റും. ആ ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മെറിഡിയൻ ആണ്, അതൊരിക്കലും മാറില്ല അതിൻ്റെ പൊസിഷൻ. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡയറക്ഷനാണ് ട്രൂ ബിയറിംഗ് എന്ന് പറയും. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇഫ് ദിസ് ഈസ് ദി ട്രൂ നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് എർത്ത്, ഹിയർ ഇറ്റ് ഈസ് ദി മെറിഡിയൻ, ട്രൂ മെറിഡിയൻ എന്ന് പറയും ഇതിനെ. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സർവേ ലൈൻ OA എന്നുള്ളൊരു സർവേ ലൈനിൻ്റെ, അതേപോലെ OB എന്നൊരു സർവേ ലൈൻ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഈ മെറിഡിയനിൽ നിന്ന് ട്രൂ നോർത്തിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് ട്രൂ ബിയറിംഗ് ഓഫ് OA ആൻഡ് ട്രൂ ബിയറിംഗ് ഓഫ് OB എന്ന് പറയും. ഓക്കെ, നൗ സെക്കൻഡ് മെറിഡിയൻ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയും. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത്. ഒരു എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തിലൂടെയും പോകുന്ന പ്ലെയിനെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് നോർത്തും ട്രൂ നോർത്തും സെയിം അല്ല, അത് ഓരോ പൊസിഷൻ ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അത് ട്രൂ നോർത്തിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ദാറ്റ് മീൻസ് ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ ഒക്കെ ആവാം. ഓക്കെ, ഡിപ്പെൻസ്. ആൻഡ് ഈ മാഗ്നറ്റിക് മെറിഡിയൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, മാഗ്നറ്റിക് നോർത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വി യൂസ് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്ന വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന മാഗ്നറ്റിക് കോമ്പസിൽ കാണിക്കുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്താണ്. ആക്ച്വൽ നോർത്ത് അല്ല, മാഗ്നറ്റിക് നോർത്താണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ നമുക്ക് ട്രൂ നോർത്തും ട്രൂ സൗത്തും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാവില്ല മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും എർത്തിൻ്റെ വെസ്റ്റ് സൈഡിലേക്കാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ദി മാഗ്നറ്റിക് മെറിഡിയൻ, അത് മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. ആൻഡ് വി ഹാവ് എ സർവേ ലൈൻ OA അതുപോലെ OB എന്ന സർവേ ലൈൻസ് ഉണ്ട്. ആ രണ്ട് സർവേ ലൈൻസും അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് മെഷർ ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് OA ആൻഡ് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് OB നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് ട്രൂ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഇതേപോലെ ട്രൂ മെറിഡിയനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈസ്റ്റിലേക്കും ആവാം, ഈ സൈഡിലേക്കും ആവാം. അപ്പോൾ അതും മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. അത് ഓരോ സ്ഥലത്തിന് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ചില സ്ഥലത്ത് അത് ഈസ്റ്റിലേക്കായിരിക്കും, ചില സ്ഥലത്ത് അത് വെസ്റ്റിലേക്കായിരിക്കും, ഡിപ്പെൻഡ്സ്. അപ്പോൾ അതേപോലെ തന്നെ OA OB എന്ന സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മാഗ്നറ്റിക് ബിയറിംഗ് അല്ലേ, അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നൗ തേർഡ്
മെറിഡിയൻ എന്ന് പറയുന്നതാണ് ആർബിട്രറി മെറിഡിയൻ. ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർമനന്റ് സ്ട്രക്ചർ ഉണ്ട് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ ഡയറക്ഷൻ നമ്മൾ താൽക്കാലികമായിട്ട്, കാരണം ഇപ്പോൾ ചില സൈറ്റിൽ നമ്മൾ സർവേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഒരു കോമ്പസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ട്രൂ നോർത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ റെഫറൻസ് ലൈനായിട്ട് അല്ലെങ്കിൽ മെറിഡിയൻ ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ചർച്ചൊക്കെ ആവാം. അപ്പോൾ അതിലേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ടു എനി പെർമനന്റ് സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു പെർമനന്റ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്, അതിലേക്കുള്ള ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെഫറൻസ് ആക്കി എടുക്കാൻ പറ്റും. അതിൽ നിന്ന് സർവേ ലൈൻസിന്റെ ഡയറക്ഷൻ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആർബിട്രറി ബിയറിംഗ് എന്ന് പറയും. അതിന് ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നൗ അടുത്തത് നമ്മൾ ഇങ്ങനെ കിട്ടിയ ഈ ബിയറിംഗ് വാല്യൂസിനെ നമുക്ക് ഡിസിഗ്നേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് തരത്തിൽ ഡിസിഗ്നേറ്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ സർക്കിൾ ബിയറിംഗ്, രണ്ടാമത്തത് ക്വാഡ്രന്റൽ ബിയറിംഗ്. ഓൾ സർക്കിൾ ബിയറിങ്ങിനെ നമ്മൾ WCB എന്നും ക്വാഡ്രന്റൽ ബിയറിങ്ങിനെ നമ്മൾ QB എന്നും നമ്മൾ കാണിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതേ ഫസ്റ്റ് വൺ ഓൾ സർക്കിൾ ബിയറിംഗ് എന്താണ്, അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ബിയറിംഗ്സ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം ദി നോർത്ത്. നമ്മളെപ്പോഴും നോർത്തിൽ നിന്ന് ആംഗിൾസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതും എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ആൻഡ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 to 360 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് എർത്തിൻ്റെ നോർത്തും സൗത്തും ട്രൂ നോർത്ത് കാണിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സർവേ ലൈൻസ് OA ഉണ്ട്. ആ സർവേ ലൈൻസിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്താൽ അത് ഓൾ സർക്കിൾ ബിയറിംഗ് ആണ്. അതേപോലെ വേറൊരു, ഇപ്പോൾ അതിൻ്റെ വാല്യൂ 30 എന്ന് വിചാരിക്കാം, വേറൊരു സർവേ ലൈൻ OB, അതും നോർത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഓൾ സർക്കിൾ ബിയറിംഗ് ആണ്. ഇപ്പോൾ അവിടെ എക്സാമ്പിൾ 120 ഡിഗ്രി. അതുപോലെ OC അതും നോർത്തിൽ നിന്ന് മെഷർ ചെയ്തു, അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാമെന്ന് വെച്ചാൽ ഈ ലൈനൊക്കെ നമുക്ക് സൗത്തിൽ നിന്ന് വളരെ എളുപ്പം, OC എന്നുള്ള ലൈന് സൗത്തിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് മെഷർ ചെയ്യാം. പക്ഷേ എന്നിട്ടും അത് നോർത്തിൽ നിന്നാണ് മെഷർ ചെയ്തിരിക്കുന്നത്, അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഓൾ സർക്കിൾ ബിയറിംഗ്, ഒരു സർക്കിളിന്റെ ഫുൾ ഓൾ ആയിട്ട് മെഷർ ചെയ്യുന്ന. അപ്പോൾ അതുപോലെ OD എല്ലാം നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഓൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 മുതൽ 360 വരെ പോവാം. ഓക്കെ, നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ OA എന്ന സർവേ ലൈൻ 30 ഡിഗ്രി ആയിരിക്കാം. അപ്പോൾ 30 ഡിഗ്രി എന്ന് മാത്രം കാണിച്ചിരിക്കുകയാണെങ്കിൽ അത് നോർത്തിൽ നിന്ന് 30 ഡിഗ്രിയിലാണ് ഉണ്ടാവുക, അതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതേപോലെ OB എന്ന ലൈൻ ഉണ്ട് 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 120 ഡിഗ്രിയുള്ള ലൈൻ ആയിരിക്കും അത് ഇങ്ങനെ. അതുപോലെ OC എന്ന ലൈൻ 230 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 230 ഡിഗ്രി ഇങ്ങനെ വരും അത്. അതുപോലെ OD ആണെങ്കിൽ 320 ഡിഗ്രി ആണെങ്കിൽ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 320 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് ഓൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ഉണ്ടാകുന്നത്. അതേപോലെ ക്വാഡ്രന്റൽ ബിയറിംഗ് ആണെങ്കിൽ ഈ ആംഗിൾ ഡിസിഗ്നേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഫ്രം നോർത്ത് സൗത്ത്, നോർത്ത് നിന്ന് മെഷർ ചെയ്യാം, സൗത്ത് നിന്ന് മെഷർ ചെയ്യാം. അതേപോലെ അത് ക്ലോക്ക് വൈസിലോ കൗണ്ടർ ക്ലോക്ക് വൈസ്, ദാറ്റ് മീൻസ് ആന്റി ക്ലോക്ക് വൈസ്, രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അത് അവിടെ ആ ലൈന് സർവേ ലൈന് ഏതിനോട് അടുത്താണ് എന്നുള്ളതിന് അനുസരിച്ചാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് 0 to 90 വരുള്ളൂ, മാക്സിമം 90 ഡിഗ്രിയേ വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോർത്ത് സൗത്ത് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവേ ലൈൻ OA ഉണ്ട്. ഈ OA എന്ന് പറയുന്ന സർവേ ലൈൻ നമുക്ക് അളക്കാൻ മെഷർ ചെയ്യാൻ ഏറ്റവും എളുപ്പം നോർത്തിൽ നിന്നാണ്, കാരണം നോർത്തിനോട് അടുത്താണ്. അപ്പോൾ അത് നോർത്തിൽ നിന്ന് നമുക്ക് ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ അത് മെഷർ ചെയ്തു 30 ഡിഗ്രി കിട്ടി. ഈ ഒരു ആംഗിൾ നമ്മൾ ക്വാഡ്രന്റൽ ബിയറിംഗിൽ പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആണെന്ന് വ്യക്തമായിട്ട് അവിടെ കാണിക്കണം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ അവിടെ നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് കാണിച്ചു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത് നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്തപ്പോൾ ഒരു ലൈന് OB എന്നുള്ളതാണ്. ഈ OB എന്നുള്ള ലൈൻ നമുക്ക് മെഷർ ചെയ്യാൻ ഏറ്റവും എളുപ്പം സൗത്തിൽ നിന്നാണ്. അപ്പോൾ സൗത്തിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അത് സൗത്തിൽ നിന്ന് മെഷർ ചെയ്തു. പക്ഷേ അത് ആന്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യണം. അപ്പോൾ സൗത്തിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്തു. ഇനി ഇതിന്റെ വാല്യൂ, ആംഗിൾ വാല്യൂ, ഡയറക്ഷൻ വാല്യൂ കാണിക്കുമ്പോൾ അത് ക്വാഡ്രന്റ് ഏതാണെന്ന് സൂചിപ്പിക്കണം. ഇത് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ്, അതിന്റെ വാല്യൂ പറഞ്ഞു, ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞു. സിമിലർലി അനദർ ലൈന് OC എന്ന സർവേ ലൈൻ, ഇത് നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പം സൗത്തിൽ നിന്നാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അത് സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, സൗത്ത് 50 ഡിഗ്രി വെസ്റ്റ്. സിമിലർലി OD എന്ന് പറയുന്ന സർവേ ലൈന് ഇത് മെഷർ ചെയ്യാൻ എളുപ്പം നോർത്തിൽ നിന്നാണ്.
ആൻറ്റി ക്ലോക്ക് വൈസിലാണ് അത് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോർത്ത് 40 ഡിഗ്രി വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വാഡ്രൻ്റൽ ബിയറിങ്ങിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ബിയറിംഗ് വാല്യൂ അതിൻ്റെ വാല്യൂ മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ അത് ഓൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റമാണ്. വാല്യൂവിൻ്റെ കൂടെ അതിൻ്റെ ക്വാഡ്രൻ്റ് ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് ക്വാഡ്രൻ്റാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വാഡ്രൻ്റൽ ബിയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾ ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ തന്നു, നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ്, നോർത്തും ഈസ്റ്റും കണക്ട് ചെയ്യുന്ന ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ അതിൽ 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 30 ഡിഗ്രി ഈസ്റ്റിലേക്ക് എന്നാണ്. നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക്. അപ്പോൾ നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 30 ഡിഗ്രി എടുക്കുക. ദാറ്റ് ഇസ് ദ ലൈൻ OA. നെക്സ്റ്റ് OB സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 60 ഡിഗ്രി. അപ്പോൾ സൗത്ത് താഴെയാണ് വരിക. ആ സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60 ഡിഗ്രി. അപ്പോൾ സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 60 ഡിഗ്രി എടുക്കുക. നെക്സ്റ്റ് OC സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ് 50 ഡിഗ്രി. അപ്പോൾ സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ് 50 ഡിഗ്രി എടുക്കേണ്ടത്. സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് 50 ഡിഗ്രി എടുത്താൽ ഇങ്ങനെ വരും. അതേപോലെ OD എന്ന ലൈന് നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക്. ഇപ്പം നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ടാണ് വരിക. നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് 40 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് ക്വാഡ്രൻ്റൽ ബിയറിങ്ങിൽ നമ്മൾ ബിയറിംഗ് വാല്യൂസ് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇനി നമുക്ക് പറയേണ്ടത് ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും എന്നുള്ള ടേം എന്താണെന്നുള്ളതാണ്. നിങ്ങളൊരു ലൈൻ AB എടുത്തു വിചാരിക്കാം. ആ ലൈനിൻ്റെ ബിയറിംഗ് നിങ്ങൾ മെഷർ ചെയ്തു. ലൈൻ AB നിങ്ങൾ മെഷർ ചെയ്ത് Aയിൽ നിന്നാണ് മെഷർ ചെയ്തെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫോർ ബിയറിംഗ് എന്നാണ് പറയാം. ഇപ്പോൾ ഒരു ലൈൻ AB മെഷേർഡ് ഫ്രം A ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ബിയറിംഗ് എന്നാണ് പറയാം. ആൻഡ് അനദർ ലൈന് സെയിം ലൈൻ AB എന്ന് പറയുന്ന സെയിം ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ലൈൻ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് Bയിൽ നിന്നാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ബിയറിംഗ് എന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ AB എന്ന ലൈൻ ഉണ്ട്. AB എന്ന ലൈനിൻ്റെ ബിയറിങ് നമ്മൾ Aയിൽ നിന്ന്, ഇപ്പോൾ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് നോർത്താണെന്ന് വിചാരിക്കാം. നമ്മുടെ മെറിഡിയൻ റെഫറൻസ് ലൈനാണ് ആ റെഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ AB എന്നുള്ളതിൻ്റെ ബിയറിംഗ് വാല്യൂ നമ്മൾ Aയിൽ നിന്നാണ് ഇവിടെ മെഷർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഫോർ ബിയറിംഗ് ഓഫ് AB. അതിനെ ഫോർ ബിയറിംഗ് ഓഫ് AB എന്ന് പറയാം. എന്നാൽ ഇതേ ലൈൻ AB എന്ന ലൈന് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ മെഷർ ചെയ്തത് Bയിൽ നിന്നാണ് വിചാരിക്കാം. നമുക്ക് Bയിൽ നിന്ന് മെഷർ ചെയ്യാം. Bയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ വരിക, അതിൻ്റെ ഡയറക്ഷൻ വരിക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ബിയറിംഗ് എന്ന് പറയാം. അതിനെ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ബിയറിംഗ് ഓഫ് AB എന്ന് പറയും. സോ ഇതാണ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഒരു സർവേ ലൈൻ AB ഉണ്ട്. നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ Aയിൽ നിന്ന് മെഷർ ചെയ്താൽ അത് ഫോർ ബിയറിംഗ് ഓഫ് AB. Bയിൽ നിന്ന് മെഷർ ചെയ്താൽ ബാക്ക് ബിയറിംഗ് ഓഫ് AB. സിമിലർലി BC എന്ന ലൈൻ ഉണ്ട് വിചാരിക്കുക. BCൻ്റെ ഡയറക്ഷൻ Bയിൽ നിന്ന് മെഷർ ചെയ്താൽ ഫോർ ബിയറിംഗ് ഓഫ് BC. അതുപോലെ Cയിൽ നിന്ന് മെഷർ ചെയ്താൽ ബാക്ക് ബിയറിംഗ് ഓഫ് BC. സിമിലർലി ലൈൻ CD നമ്മൾ Cയിൽ നിന്ന് മെഷർ ചെയ്താൽ ഫോർ ബിയറിംഗ് ഓഫ് CD. Dയിൽ നിന്ന് മെഷർ ചെയ്താൽ ബാക്ക് ബിയറിംഗ് ഓഫ് CD. സിമിലർലി ലൈൻ DA അത് നമ്മൾ Dയിൽ നിന്ന് മെഷർ ചെയ്താൽ ഫോർ ബിയറിംഗ് ഓഫ് DA. അതുപോലെ Aയിൽ നിന്ന് മെഷർ ചെയ്താൽ ബാക്ക് ബിയറിംഗ് ഓഫ് DA. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇവിടെ ഡയറക്ഷൻ മെഷർ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ മെഷർ ചെയ്യാറ്. അതിൽ തന്നെ പ്രിസ്മാറ്റിക് കോമ്പസും അതുപോലെ സർവേസ് കോമ്പസും ഉണ്ട്. ഇതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിയോളൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റും നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിയോളൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ സ്റ്റേഷന്, അതൊക്കെ നമുക്ക് ഡയറക്ഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. ടോട്ടൽ സ്റ്റേഷനും അതുപോലെ GPS ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ ഇത് പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ഒരു പിക്ചറാണ്, നമുക്ക് കാണാം അതിൻ്റെ എൻഡിലും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ നീഡിൽ, അതുപോലെ അതിൽ കാണിക്കുന്ന വാല്യൂസ്, ആംഗിൾ വാല്യൂസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ബിയറിങ്സും ആംഗിൾസും ഒക്കെ മെഷർ ചെയ്യാറ്. ഓക്കെ, നമുക്കിവിടെ അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണാം. ഇപ്പോൾ ഇവിടെ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റിലൊക്കെ നമുക്ക് വാല്യൂസ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ പോയിന്റിൽ A എന്നുള്ള പോയിന്റിൽ നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് വെച്ചു, എന്നിട്ട് നോർത്തിലേക്ക് ആദ്യം നോക്കി, അത് കഴിഞ്ഞ് B എന്ന പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തു. അപ്പം ആ നോർത്തിൽ നിന്ന് ബിയിലേക്കുള്ള വാല്യൂസ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തു. അപ്പോൾ A to B, Aയിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്തത്. അപ്പോൾ ആ വാല്യൂ ഫോർ ബിയറിംഗിൽ നമ്മൾ നോട്ട് ചെയ്തു 30 ഡിഗ്രി എന്നുള്ളത്. ഇനി Aയിൽ നിന്ന് C എന്ന ലൈനിലേക്ക് നമ്മൾ നോക്കി. അപ്പോൾ അവിടെ നമ്മൾ Aയിൽ നിന്ന് Cയിലേക്ക്, അപ്പോൾ CA എന്ന ലൈനിൻ്റെ ബാക്ക് ബിയറിംഗ് ആണത് വരിക, നമ്മളിവിടെ കണ്ടു.
സിമിലർലി നമ്മളെ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്തു, നമ്മൾ ബിയിൽ കൊണ്ടുവച്ചു, ബിയിൽ നിന്ന് ആദ്യം സിയിലേക്ക് നോക്കി. അപ്പോൾ ബി സി ബിയിൽ നിന്ന് മെഷർ ചെയ്താൽ ദാറ്റ് ഈസ് ഫോർ ബിയറിംഗ് ഓഫ് ബി സി. അതേപോലെ ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എയിലേക്ക് നോക്കി. അപ്പോൾ എ ബി എന്ന ലൈന് ബിയിൽ നിന്ന് മെഷർ ചെയ്താൽ ദാറ്റ് ഈസ് ഫോർ ബിയറിംഗ്. നമ്മൾ ഫോർ ബിയറിംഗിൽ അത് അടയാളപ്പെടുത്തി. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ആ ഇൻസ്ട്രുമെന്റ് കോമ്പസ് എന്ന ഇൻസ്ട്രുമെന്റ് സിയിൽ കൊണ്ടുവച്ചു, ആദ്യം നോർത്ത് സെറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ആ സി എ നോക്കി. ഇപ്പോൾ സി എ എന്ന ലൈന് സിയിൽ നിന്ന് മെഷർ ചെയ്താൽ അത് ഫോർ ബിയറിംഗ് ആണ്, ഇവിടെ കാണാം. ഇനി സിയിൽ നിന്ന് ബിയിലേക്ക് സൈറ്റ് ചെയ്തു. അപ്പോൾ ബി സി എന്ന ലൈന് സിയിൽ നിന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് ദി ബാക്ക് ബിയറിംഗ്, അത് ബാക്ക് ബിയറിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ഫീൽഡിലും നമ്മൾ അതിൻ്റെ വാല്യൂസ്, ബിയറിംഗ് വാല്യൂസ് മെഷർ ചെയ്തതും ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലെ ഒരു ട്രാവേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, കുറേ ലൈനുകളുടെ ബിയറിംഗ് വാല്യൂസ് നമ്മൾ എടുത്തു. ഇനി ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പേപ്പറിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇവിടെ ഓരോ ലൈൻ്റെയും, ഇവിടെ 3 ലൈനുണ്ട്, എ ബി ബി സി ആൻഡ് സി എ 3 ലൈനുണ്ട്. അതിൻ്റെ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് നമുക്ക് ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാൻ നോക്കും. ആദ്യം നിങ്ങൾ പേപ്പറിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എ എന്നുള്ളൊരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഇവിടെ എ ആണ്, അവിടെ എ എന്നുള്ള എവിടെയെങ്കിലും ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ്. ഇനി അതിൽ നിന്ന് നമ്മുടെ നോർത്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് ലൈൻ എവിടെയെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. ആ റെഫറൻസിൽ ഞാൻ അവിടെ റെഡിൽ കുറച്ച് വലുതാക്കി കാണിച്ചിട്ടുണ്ട്, റെഡിൽ കാണിക്കുന്നതൊക്കെ റെഫറൻസ് ലൈനാണ്. ഇവിടെ എ ബി എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ എ ബി എയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെഫറൻസ് ലൈനിൽ നിന്ന് 30 ഡിഗ്രി ക്ലോക്ക് വൈസിൽ 30 ഡിഗ്രി ആണ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ റെഫറൻസ് ലൈനിൽ ഇവിടെ കാണാം, അതിൽ നിന്ന് 30 ഡിഗ്രി ക്ലോക്ക് വൈസിൽ നമ്മൾ കാണിക്കുക. അതിലൂടെ പോകുന്ന ലൈനാണ് എ ബി എന്ന ലൈൻ. അപ്പോൾ അതിൻ്റെ എ ബി എന്ന ലൈനിൻ്റെ ലെങ്ത്തും അറിയാമെങ്കിൽ നമുക്ക് ബി എന്നുള്ള പോയിന്റും കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബി എന്ന പോയിന്റ് കിട്ടി. ഇനി അടുത്ത ലൈൻ ബി സി ആണ്. ബി സി എന്നുള്ളത് ബിയിൽ നിന്ന് മെഷർ ചെയ്താൽ ഫോർ ബിയറിംഗ് ആണ്. ആ ഫോർ ബിയറിംഗ് ഇവിടെ തന്നിരിക്കുന്നത് 115 ഡിഗ്രിയാണ്, 115 ഡിഗ്രിയാണ്. അപ്പോൾ അവിടുത്തെ റെഫറൻസ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുക. റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന റെഫറൻസ് ലൈനാണ്. അതിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 115 ഡിഗ്രി നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ബി സി. ബി സിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ, ഇപ്പോൾ 8 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ആണെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സി എന്ന പോയിന്റ് കിട്ടും. ഇനി ഇതേപോലെ സിയിൽ നമ്മൾ റെഫറൻസ് ലൈൻ എടുക്കുക. സി എ എന്ന ലൈൻ സിയിൽ നിന്ന് ഫോർ ബിയറിംഗ് 270 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 270 ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് ലൈൻ, സി എ എന്നുള്ള ലൈന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ട്രാവേഴ്സും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഇവിടെ എ ബി ബി സി സി ഡി ആൻഡ് ഡി എന്ന് പറയുന്ന ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ലൈൻസിൻ്റെയും ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് എവിടെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, കൺവീനിയൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അവിടുത്തെ റെഫറൻസ് ലൈന് മെറിഡിയൻ ഞാൻ കാണിച്ചു. അതിൽ നിന്ന് എ ബി എന്ന ലൈന് 147 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമത് 147 ഡിഗ്രി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ 147 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ 147 ഡിഗ്രിയിൽ നമ്മൾ ലൈന് വരച്ചാൽ യു വിൽ ഗെറ്റ് ഫസ്റ്റ് ലൈൻ എ ബി കിട്ടി. അപ്പോൾ ബി എന്ന പോയിന്റ് കിട്ടി. ഇനി ബിയിലെ റെഫറൻസ് ലൈന് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത ലൈന് ബി സി ആണ്. അപ്പോൾ ബി സിൻ്റെ വാല്യൂ, ഡയറക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 108 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ നിന്ന് റെഫറൻസിൽ നിന്ന് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ബി സി എന്ന് 108 ഡിഗ്രി എടുത്തു, അടുത്ത ലൈന് വരച്ചു. സോ സി കിട്ടി. റെഫറൻസ് ലൈന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഫോർ ബെയറിംഗ് 74 ഡിഗ്രി 30 ആണ്. സോ 74 ഡിഗ്രി 30 എടുത്തു, അടുത്ത ലൈന് കിട്ടി സി ഡി. ഡിയിൽ നമ്മൾ അടുത്ത റെഫറൻസ് എടുത്തു, അതിൽ നിന്ന് 43 ഡിഗ്രി 30 മിനിറ്റ് എടുത്തു വരയ്ക്കുക. ഇങ്ങനെയാണ് ഓരോ ട്രാവേഴ്സും നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ട്രാവേഴ്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ടത്, ഇങ്ങനൊരു ട്രാവേഴ്സ് നമുക്ക് കിട്ടിയാൽ ആ ട്രാവേഴ്സിൻ്റെ അകത്തുള്ള ഇൻക്ലൂഡഡ് ആംഗിൾസ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഫീൽഡിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രാവേഴ്സ് നമ്മൾ എല്ലാ ഡയറക്ഷൻസും മാർക്ക് ചെയ്തു. ഓരോ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലൈൻ എ ബി ബി സി സി ഡി ഡി ഇ ആൻഡ് ഇ എ, ഇങ്ങനെ കുറേ ലൈൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ഫോർ ബിയറിംഗ് ആണുള്ളത് വിചാരിക്കാം. ആ ഫോർ ബിയറിംഗ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാവേഴ്സ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ പ്ലോട്ട് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡ് ലൈനിൽ അതിൻ്റെ ആ ആംഗിൾ കാണിച്ചിട്ടുണ്ട്, ആ ആംഗിളിൻ്റെ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നത് ആ റെഫറൻസ് ലൈനാണ്. ഓക്കെ,
ഇനി ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി ആൻഡ് ആംഗിൾ ഇ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും അതിന്റെ ഡിഫറൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് 180 ഡിഗ്രി. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് വിൽ ബി 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ബാക്ക് ബിയറിംഗ്, ഒരു ലൈനിന്റെ ബാക്ക് ബിയറിംഗ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ അകത്ത് വരുന്ന ഞാൻ അതിന്റെ കളർ ഒന്ന് മാറ്റാം. അകത്ത് വരുന്ന ഈ ഒരു ആംഗിളാണ് അകത്ത് വരുന്ന ആംഗിളാണ് നമുക്ക് എന്ത് പറയുന്നത്, ഫോർ ബിയറിംഗ് ആംഗിൾ എ എന്ന് പറയുന്നത്. ആ ആംഗിൾ എ കിട്ടാൻ വേണ്ടിയിട്ട് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഓഫ് ഇ എന്ന ലൈനിന്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ആംഗിളാണ് ബാക്ക് ബിയറിംഗ് ഓഫ് ഇ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഫോർ ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ റെഡ് ലൈൻ കാണിച്ചത്. അപ്പൊ ഈ വലിയ ആംഗിളിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറച്ചാൽ അകത്തുള്ള ആംഗിൾ കിട്ടും. അങ്ങനെയാണ് എ കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഇവിടെ ബാക്ക് ബിയറിംഗ് ഓഫ് ഇ എ എന്ന് പറഞ്ഞാൽ ഈ വലിയ ആംഗിൾ, അതിൽ നിന്ന് ചെറിയ ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻക്ലൂഡഡ് ആംഗിൾ. സോ ആദ്യം ബാക്ക് ബിയറിംഗ് ഓഫ് ഇ എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർ ബിയറിംഗ് ഓഫ് ഇ എ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 300 ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ടേബിളിനകത്ത് 300 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 180 ഡിഗ്രി കുറച്ചാൽ യു വിൽ ഗെറ്റ് 120 ഡിഗ്രി എന്ന് കിട്ടും. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഓഫ് ഇ എ മൈനസ് ഫോർ ബിയറിംഗ് ഓഫ് എ ബി. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 120 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി 30 ചെയ്താൽ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 59 ഡിഗ്രി 30 എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി ആംഗിൾ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ആംഗിൾ, ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ ആംഗിൾ, ദിസ് ആംഗിൾ ബി. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി, ആ വലിയ ആംഗിൾ, അതിൽ നിന്ന് ഫോർ ബിയറിംഗ് ഓഫ് ബി സി മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആംഗിൾ ബി കിട്ടും. അപ്പോൾ ആദ്യം ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫോർ ബിയറിംഗ് ഓഫ് എ ബി 60 ഡിഗ്രി 30 മിനിറ്റ് ആണ്. അതിലേക്ക് 180 ഡിഗ്രി കൂട്ടുക. ഇപ്പോൾ ബാക്ക് ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർ ബിയറിംഗിലേക്ക് 180 കൂട്ടാം അല്ലെങ്കിൽ 180 കുറക്കാം. ഫോർ ബിയറിംഗിന്റെ വാല്യൂ 180നേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾ 180 കുറക്കുകയാണ് വേണ്ടത്. ഫോർ ബിയറിംഗിന്റെ വാല്യൂ 180നേക്കാളും കുറവാണെങ്കിൽ ബാക്ക് ബിയറിംഗ് കാണാൻ വേണ്ടിയിട്ട് 180 കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഫോർ ബിയറിംഗിന്റെ വാല്യൂ 60 ഡിഗ്രി ആണ്. അത് 180നേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ 180 ഡിഗ്രി ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി കിട്ടി. സോ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 240 ഡിഗ്രി 30 മൈനസ് 122 ഡിഗ്രി എന്ന് കിട്ടും. സോ യു വിൽ ഗെറ്റ് ദ ആംഗിൾ 118. അങ്ങനെ ഈ സിമിലർ പ്രൊസീജിയർ നമ്മൾ ചെയ്തിട്ട് ഓരോ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി ആംഗിൾ സി എന്ന് പറയുന്നത് ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി മൈനസ് ഫോർ ബിയറിംഗ് ഓഫ് സി ഡി. അപ്പോൾ ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ആംഗിൾ സി നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ ആംഗിൾ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ബാക്ക് ബിയറിംഗ് ഓഫ് സി ഡി മൈനസ് ഫോർ ബിയറിംഗ് ഓഫ് ഡി ഇ എന്ന് കിട്ടും. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ആംഗിൾ ഡി. അവിടെ കാണിച്ചിരിക്കുന്നത് ആംഗിൾ ഡി എന്നാണ് കേട്ടോ, മിസ്റ്റേക്ക് ഒന്നാണ്. ദിസ് ഇസ് ആംഗിൾ ഡി ആണ്. ആംഗിൾ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആംഗിൾ ഡി വാല്യൂ കിട്ടും. ആൻഡ് സിമിലർലി ആംഗിൾ ഇ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ആംഗിൾ ഇ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ അകത്ത് വരുന്ന ആംഗിളാണ്. നമുക്കിവിടെ ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ, ഇപ്പോൾ ഞാൻ കാണിച്ച ആംഗിൾ എന്ന് പറയുന്നത് ഡി ഇ എന്ന ലൈനിന്റെ ബാക്ക് ബിയറിംഗ് ആണ്. അകത്തുള്ള വലിയ ആംഗിൾ, ഈ ഇൻക്ലൂഡ് ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന 300 ഡിഗ്രി എന്ന് പറയുന്ന വലിയ ആംഗിളിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ പുറത്തുള്ള ആംഗിളാണ് കിട്ടുക, ഈ ആംഗിളാണ് കിട്ടുക. അത് പക്ഷേ ഇൻക്ലൂഡ് ആംഗിൾ ഇ അല്ല, ഇ എന്ന് പറയുന്ന ഇൻക്ലൂഡ് ആംഗിൾ അല്ല, ഔട്ട് സൈഡ് ആംഗിളാണ്. അപ്പൊ ആ ഔട്ട് സൈഡ് ആംഗിളിൽ നിന്ന് അകത്തുള്ള ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 360 നിന്ന് ആ പുറത്തുള്ള ആംഗിൾ കുറച്ചാൽ മതി. കാരണം ഒരു പോയിന്റിന്റെ ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൽ നിന്ന് പുറത്തുള്ള ആംഗിൾ കുറച്ചാൽ, ഈ പുറത്ത് വരുന്ന ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അകത്തുള്ള ആംഗിൾ കിട്ടും. അതുകൊണ്ടാണ് ആംഗിൾ ഈ കാണുന്ന റിലേഷന് 360 ഡിഗ്രി മൈനസ് ഫോർ ബിയറിംഗ് ഓഫ് ഇ എ മൈനസ് ബാക്ക് ബിയറിംഗ് ഓഫ് ഡി എന്ന് വന്നത്. ഓക്കെ, സോ നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഇൻക്ലൂഡ് ആംഗിൾ ഇ 85 ഡിഗ്രി 30 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അകത്തുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
നൗ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, നമുക്ക് ബിയറിങ് കണ്ടുപിടിക്കണം. ആംഗിൾ തന്നാൽ, അകത്തുള്ള ആംഗിൾ തന്നാൽ ബിയറിങ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്തത് ബിയറിങ്ങിൽ നിന്നും ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആംഗിളിൽ നിന്നും നേരെ തിരിച്ച് ബിയറിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇവിടെ ഒരു ലൈൻ എ ബി തന്നിട്ടുണ്ട്, അതിൻ്റെ ബിയറിങ് വാല്യൂ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. എന്നാൽ ബാക്കി ലൈനിൻ്റെ ഒന്നും ബിയറിംഗ് വാല്യൂ തന്നിട്ടില്ല, പക്ഷേ ഇൻക്ലൂഡർ ആംഗിൾ തന്നിട്ടുണ്ട്. എ ബി, എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും ഇൻക്ലൂഡ് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഈ ഒരു ട്രാവേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എ എന്നുള്ളൊരു പോയിന്റ് എടുത്തു, അവിടെ 60 ഡിഗ്രിയിൽ നമ്മൾ ആദ്യത്തെ ലൈന് വരച്ചു. പിന്നെ ആ ലൈനിൽ നിന്ന് ഓരോ ആംഗിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് കാണിച്ചു. ഓരോ എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്തു, ഓരോ ആംഗിളും വെച്ചിട്ട് ഓരോ ലൈനൊക്കെ നമ്മൾ ചെയ്തു. അവിടെ ആ ഗ്രീൻ ലൈൻ കാണിക്കുന്ന റെഫറൻസ് ലൈനാണ്. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് എ ബി എന്ന ലൈനിന്റെ ഫോർ ബിയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. നമുക്ക് ബാക്കി ഓരോ ലൈനിന്റെയും ബി സി സി ഡി ഡി ഓരോ ലൈനിന്റെയും ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അതിനും നമുക്ക് ബാക്ക് ബിയറിംഗ് ഇസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 എന്നുള്ള റിലേഷൻ നമുക്ക് ആവശ്യമാണ്. അത് ഓർത്ത് വെക്കുക. ഇനി ഫസ്റ്റ് ഫോർ ബിയറിംഗ് ഓഫ് ബി സി കണ്ടുപിടിക്കാം. ബി സി എന്ന ലൈനിന്റെ ഫോർ ബിയറിംഗ്. അപ്പോൾ ബി സി എന്ന ലൈന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഫോർ ബിയറിംഗ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ ബിയറിംഗ് ഓഫ് ബി സി ഇസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി മൈനസ് ആംഗിൾ ബി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി, ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്, ഈ വലിയ ആംഗിൾ ഞാനിവിടെ കാണിച്ചിരുന്ന വലിയ ആംഗിൾ ആണ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ ഇൻക്ലൂഡ് ആംഗിൾ കുറച്ചാൽ യു വിൽ ഗെറ്റ് ഫോർ ബിയറിംഗ് ഓഫ് ബി സി കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ കാണിച്ച ആംഗിൾ എന്ന് പറയുന്നത് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ആണ്. അതിൽ നിന്ന് നിങ്ങൾ അകത്തുള്ള ആംഗിൾ കുറച്ചാൽ യു വിൽ ഗെറ്റ് ഫോർ ബിയറിംഗ് ഓഫ് ബി സി എന്ന് കിട്ടും. സോ ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫോർ ബിയറിംഗ് തന്നിട്ടുണ്ട് എ ബിൻ്റെ 60 ഡിഗ്രി ആണ്. അതിൽ നിന്ന് 180 ഡിഗ്രി ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി. ആ എ ബിയിൽ നിന്ന് ഇൻക്ലൂഡഡ് ആംഗിൾ കുറച്ചാൽ 99 ഡിഗ്രി 8 എന്നുള്ള ഇൻക്ലൂഡ് ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫോർ ബിയറിംഗ് ഓഫ് ബി സി കിട്ടും. ഇതേ ഒരു സ്റ്റെപ്പാണ് എല്ലാ പോയിന്റിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ അടുത്തത് സി ഡി എന്ന ലൈനിന്റെ ഫോർ ബിയറിംഗ് ഓഫ് സി ഡി ഇസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി മൈനസ് ആംഗിൾ സി. ഓക്കെ, സോ ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ആംഗിൾ സി കുറച്ചാൽ യു വിൽ ഗെറ്റ് ഫോർ ബിയറിംഗ് ഓഫ് സി ഡി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ട് സി ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ അകത്തുള്ള ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ ബിയറിംഗ് ഓഫ് സി ഡി കിട്ടും. സോ സിമിലർലി നമുക്ക് ഓരോ ലൈനിൻ്റെയും, ഇപ്പോൾ ഡി എ എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് ബിയറിംഗ് ഓഫ് സി ഡി മൈനസ് ആംഗിൾ ഡി. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ. ഓരോ ലൈനിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ ബിയറിംഗ് കിട്ടിയാൽ ബാക്ക് ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ലെക്ചർ 3 മൂന്നാമത്തെ ലെക്ചറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിട്ട് ആംഗുലാർ മെഷർമെൻ്റ് ആണ്. എന്താണ് ബിയറിംഗ്, എന്താണ് ആംഗിൾ എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ബിയറിംഗ് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന വോൾ സർക്കിൾ ബിയറിംഗും ക്വാഡ്രന്റൽ ബിയറിംഗും നമ്മൾ പറഞ്ഞു. പിന്നെ ആ ബിയറിംഗിൽ നിന്ന് എങ്ങനെയാണ് ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നത്, പ്ലോട്ടിംഗ് ഓഫ് എ ട്രാവേഴ്സ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ് എങ്ങനെയാണ് ഇൻക്ലൂഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ ആംഗിൾ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെക്ചറിനകത്ത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.